ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബണ്ണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു ഈസ്റ്റർ ബണ്ണി. അപ്പോൾ എല്ലാവർക്കും ക്രാഫ്റ്റ് ആർട്ട് ആൻഡ് ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, ഞാനിവിടെ ഒരു A4 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്രാഫ്റ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ കോർണേഴ്സ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കുക. നമുക്കൊരു സ്ക്വയർ ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ ബാക്കി വന്നതും കൂടെ ഇങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് ഈ പോർഷൻ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഈ പേപ്പർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ബോഡി ഉണ്ടാക്കാം. ബോഡി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കുക. മടക്കിയതിന് ശേഷം ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സോ ഗൈസ്, നമ്മൾ ഈ ഒരു പേപ്പർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ബണ്ണീൻ്റെ ബോഡി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇതൊന്ന് റോൾ ചെയ്തിട്ട് ഇതുപോലെ ഒരു സിലിണ്ടർ ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് ഈ പശ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ബണ്ണീൻ്റെ ബോഡി ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഹെഡ് പോർഷൻ ഉണ്ടാക്കാം. അതിന് നേരത്തെ പേപ്പർ തന്നെ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വിഡ്ത്ത് വൈസ് ജസ്റ്റ് നേരത്തെ മടക്കിയ പോലെ മടക്കിയിട്ട് ആ പോർഷൻ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നേരത്തെ നമ്മൾ സിലിണ്ടർ ഷേപ്പിൽ മടക്കിയതുപോലെ ഇതും മടക്കി നല്ലപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹെഡ് പോർഷനും ബോഡി പോർഷനും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് പശ വെച്ച് ഒട്ടിക്കാം.
ഇനി നമുക്ക് ജസ്റ്റ് ഇതിനൊരു ഫേസൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ജസ്റ്റ് ചെറിയൊരു കണ്ണും മൂക്കും ഒക്കെ ഒന്ന് വരച്ച് ഒന്ന് സെറ്റാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ 2 ചെവിയാണ് വെക്കേണ്ടത്. അതിന് നേരത്തെ പേപ്പർ തന്നെ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി ആ പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. വരച്ചിട്ട് നല്ലപോലെ പ്രിസൈസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ സിസേഴ്സ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാൻ നോക്കിയാൽ അത് ശരിക്കും കിട്ടില്ല. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 ചെവി കിട്ടും. ഇത് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഇനി ഇത് ജസ്റ്റ് താഴെ ഒന്ന് മടക്കിയതിന് ശേഷം അവിടെയാണ് നമ്മൾ പശ തേച്ച് വെക്കേണ്ടത്. എന്നിട്ട് നേരെ ഇതിൻ്റെ ഹെഡ് പോർഷനിലേക്ക് ഇതിങ്ങനെ ഒട്ടിക്കുക. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ചെവിയും ഒട്ടിക്കുക. ഇനി നമുക്കിതിൻ്റെ 2 കൈ സെറ്റാക്കാനുണ്ട്. അതിനുവേണ്ടി ചെറിയൊരു പേപ്പർ മാത്രം എടുത്താൽ മതി. ഇതുപോലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മടക്കുക, എന്നിട്ട് അതിൻ്റെ പകുതി മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ പശ തേച്ചിട്ട് ഇത് രണ്ടും ഒട്ടിച്ച് വെക്കുക. ഇപ്പം നമ്മളുടെ ബണ്ണി ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 കാലും കൂടെ വെച്ച് കൊടുത്താൽ മാത്രം മതി. അതിനായിട്ട് ബാക്കി വന്ന പേപ്പർ എടുക്കുക, എന്നിട്ട് ഹാഫായിട്ട് മടക്കുക. മടക്കിയതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് കാലിൻ്റെ ഒരു പടം വരച്ചു കൊടുക്കുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഒരു മടക്ക് കൊടുത്തിട്ട് പശ തേച്ച് ഒട്ടിക്കുക.
അപ്പോൾ നമ്മളുടെ ബണ്ണി ഫുള്ളായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ബണ്ണി ഇവിടെ സെറ്റായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു പേപ്പർ മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും ബൈ.